നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 16 ഞായറാഴ്ചയാണ്. കർക്കിടകം 31. ഗൂഗിൾ ഇത് കർക്കിടകം 31 വീണ്ടും ഒരു ഓണക്കാലത്തിലേക്ക് നാടും നഗരവും എല്ലാം മാറുകയാണ്. ഇന്ന് അത്തമാണ്. അതെ, ഇന്ന് കർക്കിടകം 31 പറയുമ്പോൾ എടുത്തു പറയേണ്ട ദിവസം അത്തം എന്നതാണ്. അപ്പൊ ഇന്ന് ഇത്തവണ അത്തം 11 പൊന്നോണം അല്ലെങ്കിൽ തിരുവോണം എന്ന് പറയുന്നത്. അത് സംബന്ധിച്ച് കുറേ ആളുകൾക്കൊക്കെ ഒരു ആശയക്കുഴപ്പമുണ്ട്. ഇത് 10 11 ദിവസമാണോ പൂക്കളം ഇടേണ്ടത്, ഇങ്ങനെയൊക്കെ കുറച്ച് ആശങ്കയൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ നമുക്കിനി പറയാം. അപ്പോൾ മറ്റു വാർത്തകളുണ്ട്. രാവിലെ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടെങ്കിലും അവിടെ തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഓണാഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് അത്തച്ചമയത്തോടു കൂടി. അപ്പോൾ ഈ ദിവസം ഞായറാഴ്ച നമ്മൾ ഒരുപാട് മനോഹരമായ കാഴ്ചകളാണ് പ്രതീക്ഷിക്കുന്നത്. ഓണത്തിന്റെ ആവശ്യത്തിലേക്ക് ആ ഒരു മൊത്തത്തിലൊരു ഓണ വൈബിലേക്ക് പോവുകയാണ് ഇന്നു മുതൽ അങ്ങോട്ട്. ന്യൂസ് ബ്രേക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം അത്തവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെയാണ്. ഓണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്തവണ അത്തം അടിപൊളിയായി അങ്ങനെ തുടങ്ങട്ടെ. ഇത്തവണ ഏറെ പ്രത്യേകതകളുള്ള ഒരു ഓണക്കാലമാണ്. ഈ ദിവസങ്ങളുടെ കാര്യത്തിൽ തുടങ്ങി അങ്ങോട്ടേക്ക് പല കാര്യങ്ങളിലും ഇത്തവണ കുറച്ച് ഒരു വെറൈറ്റിയാണ്. ചിങ്ങമാസത്തിലല്ല ഇത്തവണ അത്തം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അത്തം 10 11 പൊന്നോണം വരുന്നത്. ഇനിയുള്ള 11 നാളുകൾ മലയാളിയുടെ മനസ്സിനകത്തും പുറത്തും പൂക്കാലമാണ്. സമത്വസുന്ദരമായ മാവേലി നാടിന്റെ സ്മരണകൾ ഉണർത്തുന്ന ഉത്സവകാലത്തിനാണ് ഇന്നത്തോടെ തുടക്കമാകുന്നത്. മഴ തോർന്നു വെയിൽ പരക്കുമ്പോൾ തൊടികളിൽ പൂമുട്ടുകളുടെ പുഞ്ചിരി കാണാം. ഓണത്തിന്റെ വരവറിയിച്ച് ഇന്നത്തം. ചിങ്ങമാസത്തിലെ അത്തത്തിലാണ് സാധാരണഗതിയിൽ ഓണാഘോഷത്തിന്റെ ആരംഭമെങ്കിലും ഇത്തവണ അത്തം കർക്കടകം 31. ചിങ്ങത്തിൽ തന്നെ തിരുവോണം ആഘോഷിക്കേണ്ടതിനാലാണ് കർക്കടകത്തിലെ അത്തം മുതൽ ഓണാഘോഷം തുടങ്ങുന്നത്. അതുപ്രകാരം അത്തം 10 11 ഇത്തവണ തിരുവോണം. കള്ളവും ചതിയും പുളിവചനങ്ങളുമില്ലാതിരുന്ന സമ്പൽ സമൃദ്ധമായ കാലത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓണക്കാലവും. മഹാബലിയെ സ്വീകരിക്കാൻ വീടുകളിൽ പൂക്കളമിട്ടു തുടങ്ങുന്നത് അത്തന്നാൾ മുതൽക്കാണ്. തൃക്കാക്കരയപ്പനെ എഴുന്നള്ളിയിരുത്താൻ വേണ്ടിയാണ് അത്തപ്പൂക്കളം ഒരുക്കുന്നത് എന്നും ഐതിഹ്യമുണ്ട്. തുമ്പയും മുക്കുറ്റിയും കണ്ണാന്തളിയും മന്ദാരവും ശംഖുപുഷ്പവും ചെണ്ടുമല്ലിയുമൊക്കെ പൂക്കളങ്ങളിൽ നിറയുമ്പോൾ നിറവും സൗരഭ്യവും പരക്കുന്നത് മലയാളി മനസ്സുകളിൽ കൂടിയാണ്. കാർഷിക സംസ്കൃതിയുടെ പഴയ നല്ല നാളുകളുടെ ഓർമ്മകളിലേക്കുള്ള ഒരു സഞ്ചാരം കൂടിയാണ് നമുക്ക് ഓണദിനങ്ങൾ. ഓണത്തിന്റെ നിറസമൃദ്ധിയിലേക്കും സമ്പന്നതയിലേക്കും കടക്കുമ്പോൾ കഷ്ടനഷ്ടങ്ങളുടെ വേദനകൾ അനുഭവിക്കുന്നവരെ നാം കാണാതിരുന്നുകൂടാ. അവരെ കൂടി പ്രാർത്ഥനകളിൽ ഉൾച്ചേർത്തുകൊണ്ടാകട്ടെ നമ്മുടെ ഓണാഘോഷം. എല്ലാവർക്കും 24-ന്റെ അത്തം ദിനാശംസകൾ. റിസർച്ച് ഡെസ്ക് 24. ആ ഓണത്തിന്റെ സകല വൈബ്, ആ ഒരു മൂടെല്ലാം തന്നെ മലയാളികൾക്കിടയിലേക്ക് എത്തുകയാണ്. ആ ഒരു തുടക്കത്തോടെ തന്നെയാണ് നമ്മൾ ഇന്ന് അത്തത്തെ വരവേൽക്കുന്നത്. പക്ഷെ ഗോകുൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഒരു സംശയമുണ്ട്. നമ്മുടെ പഴമൊഴിയൊക്കെ തന്നെ ഈ അത്തം 10 പൊന്നോണമെന്ന, അതെല്ലാം തന്നെ ഇത്തവണ തിരുത്തിക്കുറിക്കുകയാണ്. ഇത്തവണ പഴമൊഴി അല്ലെങ്കിൽ പഴഞ്ചൊല്ലൊക്കെ പഴങ്കഥയാവുന്ന ഒരു ഓണം. ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായി അല്ലെങ്കിൽ പോലും ഇത്തവണ 11 അത്തം 11 തിരുവോണം വരുന്നത്. ചിങ്ങമാസം തുടങ്ങുന്നത് ഓഗസ്റ്റ് 17, അതായത് നാളെയാണ്. പക്ഷേ അത്തം ഓഗസ്റ്റ് 16 ഇന്നുമാണ്. ആ സവിശേഷതയുടെ കാരണം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. അത്തം 10 പൊന്നോണം നമ്മൾ കേട്ടുപരിചയിച്ച ശീലിച്ച അതേ പഴമൊഴി. എന്നാൽ ഇത്തവണ ഓണക്കാലം ഒരു ദിവസം നേരത്തെ ആരംഭിക്കുകയാണ്. അതായത് സാധാരണഗതിയിൽ ചിങ്ങമാസത്തിലെ തിരുവോണം പിറന്നാൾ പക്ഷം എന്ന് പറയും.
അതായത് കാലത്ത് 6 നാഴിക ഉദിച്ചതിന് ശേഷം ഉണ്ടാവണം. അന്നാണ് പിറന്നാൾ ആചരിക്കുക. അപ്പോൾ പിറന്നാൾ പക്ഷം തിരുവോണം ചിങ്ങമാസത്തിൽ എന്ന് വരുന്നു, അന്ന് തിരുവോണം. അതിന് മുൻപ് എന്നാണ് അത്തം വരുന്നത്, അതും പിറന്നാൾ പക്ഷം തന്നെ, അന്ന് അത്തം. ഇത് ഇത്തവണ മാത്രം സംഭവിക്കുന്ന പ്രതിഭാസമല്ല എന്നാണ് ജ്യോതിഷികളുടെ പക്ഷം. അത്തം പത്തോണം എന്നാണ് നമ്മുടെ ഒരു ചൊല്ല്, അങ്ങനെയാണ്. പക്ഷെ ചില കാലങ്ങളിൽ 11ാമത്തെ ദിവസവും വരും. അതാണ് ഇക്കൊല്ലം വന്നിട്ടുള്ളത്. ഇത് 2007, 2008, 2009, 2010, 2019 ഇതേപോലെ 11 ദിവസമായിട്ട് വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കർക്കിടക മാസത്തിലെത്തുന്ന മാവേലി ഒരു ദിവസം അധികം കേരളത്തിൽ തങ്ങുമെന്ന് സാരം. 24 തൃശൂർ. അപ്പോൾ അതോടുകൂടി ഈ കാണിപ്പയ്യൂർ നാരായണ നമ്പൂതിരിപ്പാടിന്റെ വിശദീകരണത്തോടുകൂടി അതിന്റെ ശാസ്ത്രീയത അല്ലെങ്കിൽ ജ്യോതിഷപരമായി എന്താണ് വിശ്വാസപരമായൊക്കെ ഈ 11 ദിവസമായെന്നുള്ള കൺഫ്യൂഷൻ എല്ലാവരുടെയും മാറിയെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അതെ ഗോകുൽ, നമ്മൾ വീണ്ടും പോകുന്നത് അത്തച്ചമയ ഘോഷയാത്രയിലേക്കാണ്. ചരിത്ര പ്രസിദ്ധമായ അത്തം ഘോഷയാത്രയ്ക്ക് ഇന്ന് തുടക്കമാകുകയാണ്. ഇത്തവണ തൃപ്പൂണിത്തുറ രാജനഗരി ഈ അത്തം ഘോഷയാത്രയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നമുക്ക് അതിലേക്ക് പോകാം. ചരിത്ര പ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തം ഘോഷയാത്രയിൽ അത്തനഗറായ തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ മൈതാനിയിൽ രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അത്താഘോഷം ഉദ്ഘാടനം ചെയ്യും. നടൻ മനോജ് കെ ജയനാണ് ഇത്തവണ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. കലാരൂപങ്ങളും പ്രച്ഛന്നവേഷങ്ങളും വാദ്യഘോഷങ്ങളും നിശ്ചല ദൃശ്യങ്ങളും വർണ്ണാഭമായ അത്തം ഘോഷയാത്രയിൽ അണിനിരക്കും. അപ്പോൾ നമ്മുടെ വിപുലമായ ഒരു സംഘം തന്നെയാണ് ഇനി അണിനിരക്കാൻ പോകുന്നത്. പുലർച്ചെ മുതൽ, അതായത് നമ്മുടെ ഈ ബുള്ളറ്റിൻ മുതൽ അങ്ങോട്ടേക്ക് ഇനി അത്തച്ചമയ ഘോഷയാത്രയുടെ സകല വൈബും അതിന്റെ എല്ലാ മനോഹരമായ കാഴ്ചകളും ഈ മാമാങ്കത്തിന്റെ സകല വിവരങ്ങളും 24 പ്രേക്ഷകരിലേക്ക് എത്തിക്കും, അതിന്റെ തനിമ ചോരാതെ തന്നെ. അപ്പോൾ ആദ്യം നമ്മളോടൊപ്പം ചേരുന്നത് ആൻമരിയും വിനീതയുമാണ്. ആൻമരി അസണ്ടി ചേരുന്നു, ഒപ്പം വിനീത വിജിയും. ഗുഡ് മോർണിംഗ് വിനീത, ഗുഡ് മോർണിംഗ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തൃപ്പൂണിത്തുറയുടെ ആ വൈബിലേക്ക് എത്തിയിരിക്കുന്ന ഐശ്വര്യപൂർണമായൊരു ഓണക്കാലം ആശംസിച്ചുകൊണ്ട് എപ്പോഴാണ് ഇനി നമ്മൾ കാത്തിരിക്കുന്ന അത്തച്ചമയ ഘോഷയാത്ര തുടങ്ങുന്നത്? അതിന്റെ ഒരുക്കങ്ങൾ അവിടെ എവിടെ വരെ എത്തി? ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം എത്രത്തോളം അത്തച്ചമയ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്താഘോഷത്തിന് വേണ്ടിയിട്ട് തൃപ്പൂണിത്തുറ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇത് ഇന്നലെ രാത്രിയോട് മുതൽ തന്നെ ഒരുങ്ങി തുടങ്ങിയിരിക്കുന്നതാണ്. ഒരു ഭാഗത്ത് പുലിക്കളിക്ക്, മറുഭാഗത്ത് വിവിധ കലാരൂപങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നു. 9 മണിയോട് കൂടിയാണ് ഈ അത്താഘോഷത്തിന് വേണ്ടിയിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് നിരവധിയായിട്ടുള്ള ആളുകൾ എത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ടൊക്കെ അത് രാവിലെ തന്നെ എത്തിയ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ചേട്ടൻ വലിയ മിനുക്കുവളിയിലാണ്. കുറേ നേരത്തെ ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. ആള് ഇവിടെ നടക്കുന്ന ഒന്നും പലതും ശ്രദ്ധിക്കുന്നില്ല. എന്നാലും നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടാ എപ്പോൾ തുടങ്ങി? ഞങ്ങളൊരു 4:30 തുടങ്ങി. കാരണം ഇത് നമുക്കിത് ടൈം ആകുമ്പോൾ കഴിയില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കാണ്ടിരിക്കുന്നത് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. അങ്ങനെ തന്നെയാണ്, പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ശ്രദ്ധിക്കാതിരിക്കുന്നതെന്നാണ് ആള് പറയുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളി, തകർക്കാണ്, അത്തച്ചമയം അടിച്ചു പൊളിക്കും. ഗോകുൽ, അങ്ങനെ തന്നെയാണ്. ഒരു ഭാഗത്ത് ഇത് പൂർണ്ണമായിട്ടും അതിന്റെ ഒരുക്കങ്ങളെല്ലാം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. 9 മണിക്ക് മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മനോജ് കെ ജയനാണ് ഫ്ളാഗ് ഓഫ് നിർവഹിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ അപേക്ഷിച്ച് ഇന്ന് മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാനായിട്ടുണ്ട്. ഇത്തവണ സുരക്ഷാ ക്രമീകരണങ്ങൾ അതീവമായിട്ട് കൂട്ടിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തവണത്തെ പോലെയല്ല, കഴിഞ്ഞ തവണ ഈ അത്താഘോഷം, ഈ ഘോഷയാത്ര ആരംഭിക്കുന്ന ആ ഭാഗത്ത് തുടങ്ങിയാണ് ബാരിക്കേഡുകൾ വെച്ചിരുന്നതെങ്കിൽ പോലും ഇത്തവണ എത്രത്തോളം ദൂരം ഈ അത്താഘോഷയാത്ര നടക്കുന്നുണ്ടോ അത് തിരിച്ച് ഈ ബോയ്സ് സ്കൂളിലേക്ക് എത്തുന്നത് വരെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ബാരിക്കേഡുകൾ, ഇരു സൈഡുകളിലും, റോഡിന്റെ ഇരു സൈഡിലും ബാരിക്കേഡ് എല്ലാം വെച്ച് പോലീസിന്റെ നേതൃത്വത്തിലുള്ള വലിയ തരത്തിലുള്ള നിയന്ത്രണമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് തൃപ്പൂണിത്തുറയിലേക്ക് അല്ലെങ്കിൽ എറണാകുളം നഗരത്തിലേക്ക് എത്തുന്ന പ്രേക്ഷകരോടാണ് പറയാനുള്ളത്. 8 മണി മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമാണ്. 8 മണി മുതൽ 3 മണി വരെയാണ് ഈ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിരവധിയായിട്ടുള്ള കലാരൂപങ്ങൾ അണിനിരക്കും, പ്ലോട്ടുകൾ അണിനിരക്കും. നിരവധിയായ പല പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ ഇതിനകത്തേക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എത്തും. ചേട്ടാ, എല്ലാം റെഡിയല്ലേ? എല്ലാം റെഡിയാണ്. എല്ലാ കൊല്ലം ഇവിടെ എത്താറുണ്ട്. 30 വർഷമായിട്ട് തൃശ്ശൂർ പുലിക്കളിയിൽ വേഷമിടുന്നു. ഏകദേശം 500-ലധികം വേഷങ്ങൾ ചെയ്തു കഴിഞ്ഞു. പുലിവേഷം ചെയ്തു കഴിഞ്ഞു. ഇടയ്ക്ക് മാവേലിയായിട്ടും വേഷം എല്ലാ തവണ ഇവിടെ വരാറുണ്ടോ? എല്ലാ തവണ ഇവിടെ വരാറുണ്ട്. എപ്പോൾ എത്തി? എവിടുന്ന? ഞങ്ങൾ തൃശ്ശൂരാണ്. ഇവിടെ 2 മണിക്ക് എത്തി, 4 മണിക്ക് ഞങ്ങൾ വേഷമിടൽ തുടങ്ങി. ഇനിയിപ്പോൾ ഏകദേശം ഒരു 10 മണിയോടുകൂടി പരിപാടി തുടങ്ങുമെന്ന് വിചാരിക്കണം. മഴയൊക്കെ മാറി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കൊല്ലം പരിപാടി നേരത്തെ മഴ മാറി നിൽക്കാറുണ്ട്. കാരണം ഒരുപാട് കലാകാരന്മാർ, കേരളത്തിൽ ഒരുവിധം എല്ലാ കലാകാരന്മാരും അണിനിരക്കുന്നതല്ല, അവരുടെയൊക്കെ മനസ്സിൻ്റെ ഒരു ഇത്
ഉണ്ട്. തീർച്ചയായിട്ടും ഇന്നലെ രാത്രി മുതൽ തന്നെ പതിവില്ലാതെ എറണാകുളം ജില്ലയിൽ അതിശക്തമായിട്ടുള്ള മഴ ഇടവിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പുലർച്ചയോട് കൂടി നോക്കുമ്പോഴാണെങ്കിൽ ആ രീതിയിൽ ഒരു മഴ പെയ്യാനുള്ള ഒരു സാധ്യത നിലവിൽ നിലനിൽക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും എല്ലാ മഴയെയും എല്ലാം അവഗണിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള കലാകാരന്മാരാണ് ഈ ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് രാജനഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഗോകുൽ, ശരി ആൻമരി, ഏതായാലും ഓണത്തിന്റെ വിളംബരം അടിപൊളിയാവട്ടെ. ഒരു ഉഷാറായ ഒരു അത്തച്ചമയ ഘോഷയാത്ര കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ. ഇപ്പോൾ കണ്ടത് വിയ്യൂരിൽ നിന്നുള്ള പുലികളി സംഘമാണ്. അവർ തൃശ്ശൂരിനെ വിറപ്പിക്കുന്ന പുലികൾ. ഏകദേശം 2000-ഓളമുള്ള കലാകാരന്മാരെല്ലാം തന്നെ അണിനിരക്കുന്ന ഒരു വിപുലമായ ഘോഷയാത്രയാണ് ഈ വർഷാവർഷത്തോളം എല്ലാം തന്നെ. അതെ, അപ്പോൾ ഇത്തവണ നല്ല എല്ലാ തവണയും കേരളത്തിന്റെ ഒരു സാംസ്കാരിക പരിചയം, കേരളത്തിന്റെ കലാരൂപങ്ങളുടെ എല്ലാം ഒരു സാമ്പിൾ ആ ഘോഷയാത്രയിൽ ഉണ്ടാവും. അത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് പോകാനുള്ളത് വിനീത വിജിയിലേക്കാണ്. പ്രധാന വേദിയിൽ നിന്നാണ് വിനീത വിജി ചേരുന്നത്. വിനീത, അവിടെ എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ? സാംസ്കാരിക സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? ആളുകളൊക്കെ തന്നെ വേദിയിലേക്ക് എത്തി തുടങ്ങി. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് ഗോകുൽ ആൻഡ് സുരശ്രീ. സുരശ്രീ പറഞ്ഞതുപോലെ പ്രധാന വേദിയിലാണുള്ളത്. നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ വേദിയൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആളുകളൊക്കെ ഇവിടേക്ക് എത്തി തുടങ്ങുന്നതേ ഉള്ളൂ. മഴ ഒരല്പം ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇപ്പോഴും ഒരു ചെറിയ മൂടിക്കെട്ടിയ അന്തരീക്ഷം തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും അതൊന്നും തന്നെ ഈ ആഘോഷത്തെയോ അല്ലെങ്കിൽ ഈ ഘോഷയാത്രയോ ബാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിലെയൊക്കെ ഉള്ള ചരിത്രം നമ്മളെ വീണ്ടും വീണ്ടും അത് സൂചിപ്പിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. കൃത്യം 9 മണിയോടുകൂടി ഞാനിപ്പോൾ നിൽക്കുന്നത് ആ പ്രധാന വേദിയിലെ കൊടിമരമാണ്. ഈ കൊടിമരത്തിൽ ഈ അത്ത ചമയ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്ത പതാക ഉയരുന്നതോടുകൂടി രാജനഗരി ഈ ആഘോഷ പരിപാടികളിലേക്ക് കടക്കും. ഇനി ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമാണ് ആ കാത്തിരിപ്പിന് വേണ്ടിയുള്ളത്. വലിയ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് ഇത്തവണയും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ തൃപ്പൂണിത്തുറയിലെ പാലസിൽ നിന്ന് രാജ പ്രതിനിധി അദ്ദേഹം ഈ അത്ത കൊടി കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ആ കൊടിയാണ് ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ കൊടിമരത്തിലേക്ക് ഉയർത്തുക. അത് ഉയർന്നതോടുകൂടി തന്നെ ഈ സംസ്ഥാനത്ത് ഓണാഘോഷങ്ങളുടെ വരവറിയിച്ചുകൊണ്ടുള്ള ഈ ഘോഷയാത്ര ആരംഭിക്കും. ഏതാണ്ട് 2000-ലധികം കലാകാരന്മാർ ഇപ്പോൾ ഈ ഘോഷയാത്രയുടെ ഭാഗമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എല്ലാ മേഖലകളിലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നഗരത്തിൽ 500-ലധികം പോലീസിനെയാണ് വിന്യസിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഘോഷയാത്ര കാണാൻ എത്തുന്നവർക്ക് കുടിവെള്ളം, ശുചിമുറി, അവർക്ക് ഇരിക്കുന്നതിനുള്ള ഇരിപ്പിടങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും ഏർപ്പെടുത്തിയിരിക്കുന്നു. നമുക്കിപ്പോൾ ആ വേദിയാണ് കാണാൻ കഴിയുന്നത്. വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ആ വേദിയിലുള്ളത്. കൃത്യം 9 മണിയോടുകൂടി തന്നെ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കും. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഓണാഘോഷ പരിപാടികൾ, അത്ത ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷ പരിപാടികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ശേഷം മന്ത്രി അനൂപ് ജേക്കബ് ഈ പതാക ഉയർത്തും. ഒപ്പം തന്നെ നടൻ മനോജ് കെ ജയനാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഘോഷയാത്ര. ഇങ്ങനെ വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ ഫ്ലാഗ് ഓഫ് ചെയ്തതിനു ശേഷം ഞാൻ നിൽക്കുന്ന ഈ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന്, ഈ പ്രധാന വേദിയിൽ നിന്ന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കലാകാരന്മാരുടെ വലിയ സംഘം ഘോഷയാത്രയായി ഈ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ഏതാണ്ട് 4 കിലോമീറ്റർ വരെ ചുറ്റളവിലാണ് നിലവിൽ ഘോഷയാത്രയുടെ പാത ക്രമീകരിച്ചിരിക്കുന്നത്. അത് പൂർണ്ണത്രേഷ്യ ക്ഷേത്രത്തിന് മുന്നിലൂടെ വടക്കേക്കോട്ടയിലേക്ക് എത്തുന്ന തരത്തിലാണ് ആ ക്രമീകരണമുള്ളത്. ഈ ഘോഷയാത്ര കടന്നു പോകുന്ന എല്ലാ മേഖലകളിലും വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന മേഖലകളിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലേക്ക് ഈ ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകും. വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ നേരത്തെ സൂര്യ സൂചിപ്പിച്ചതുപോലെ തന്നെ 2000-ലധികം കലാകാരന്മാർ, അത് തെയ്യം, തിറ, ആട്ടക്കളി, വേൽക്കളി, പൂരക്കളി, ഇങ്ങനെ തുടങ്ങി തനത് കലാരൂപങ്ങളൊപ്പം തന്നെ മേളപ്പെരുമയുടെയും അകമ്പടിയോടുകൂടിയായിരിക്കും ആ ഘോഷയാത്ര ഉണ്ടാവുക. സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഓണം എത്തി എന്ന ആ സന്ദേശം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷ പരിപാടികളൊക്കെ തുടങ്ങുന്നത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. രാജനഗരിയായ തൃപ്പൂണിത്തുറയിൽ ആഘോഷ പരിപാടികൾ ആരംഭിക്കാൻ ഇനി ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമാണ്. ആ ഒരു വലിയ കാത്തിരിപ്പിലാണ് രാജനഗരി. വിനീത, ഒപ്പം തന്നെ രാജനഗരി എല്ലാ തരത്തിലും ഈ ഘോഷയാത്ര, അത്തം ഘോഷയാത്ര വരവേൽക്കാനായി ഒരുങ്ങിക്കഴിഞ്ഞു. ഒപ്പം നഗരത്തിൽ ഏത് രീതിയിലുള്ള ഗതാഗത ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്? നിരവധി സംസ്ഥാനത്തെമ്പാടുമുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ഘോഷയാത്രയുടെ ഭാഗമാകാൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ വലിയ തരത്തിലുള്ള തിരക്കുകളൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഗതാഗതങ്ങൾ സുഗമമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏതെല്ലാം രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? നേരത്തെ അന്മരിയ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 8 മണി മുതൽ 3 മണി വരെയാണ് ഈ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഗ്രൗണ്ട് മുതൽ വടക്കേക്കോട്ട വരെയുള്ള മേഖലകളിലേക്കൊക്കെ ഈ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. ഈ റോഡ് സൈഡിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനും മറ്റും നിയന്ത്രണം ഉണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ഘോഷയാത്ര സുഗമമായി പോകുന്നതിനുള്ള വഴിയൊരുക്കുക എന്നുള്ളത് തന്നെയാണ് അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളൊപ്പം തന്നെ ഗതാഗത നിയന്ത്രണം, അത് നിയന്ത്രിക്കുന്നതിനും സുരക്ഷാ ക്രമീകരണങ്ങൾക്കുമായി 500-ലധികം പോലീസ് ഉദ്യോഗസ്ഥർ ഈ
കാണാനെത്തുന്ന ഘോഷയാത്ര കാണാനെത്തുന്ന ആളുകൾക്ക് കുടിവെള്ളം, ശുചിമുറി, അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്നലെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാവുകയും നഗരസഭാ അധികൃതർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവസാന ഒരുക്കങ്ങൾ അത് അവർ വിലയിരുത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ട് 3 മണിയോടുകൂടി ഈ തൃപ്പൂണിത്തുറ ഹിൽ പാലസിൽ നിന്ന് കൊച്ചി രാജകുടുംബാംഗമായ രാമദാസ് തമ്പുരാൻ അദ്ദേഹം അത്തച്ചമയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അത്തം പതാക നഗരസഭയ്ക്ക് കൈമാറി. ആ പതാകയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രധാന വേദിയിലേക്ക് എത്തിച്ച് ഈ കൊടിമരത്തിൽ ആ അത്തപ്പതാക ഉയർന്നതോടുകൂടി സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾക്ക് തുടക്കമാകുമെന്നുള്ളത് തന്നെയാണ്. നേരത്തെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ആചാരവും ഐതിഹ്യങ്ങളും ഒക്കെയുണ്ട്. ആ ഐതിഹ്യത്തിൽ പരമായി പറയുകയാണെങ്കിൽ ഈ കൊച്ചി രാജാവ് ഹിൽ പാലസിൽ നിന്ന് ആഘോഷപൂർവ്വം ഘോഷയാത്രപൂർവ്വം ഈ പ്രജകളെ കാണാൻ എത്തുന്ന ഒരു ചടങ്ങ് എന്നൊക്കെയുള്ള ഒരു ഐതിഹ്യമുണ്ട്. 1961 മുതലാണ് ഇത് നഗരസഭ ഏറ്റെടുക്കുകയും ഈ പരമ്പരാഗതമായിട്ടുള്ള ആ ചടങ്ങുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ജനകീയമായി ഈ അത്തഘോഷയാത്രയെ വിപുലമായൊക്കെ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇന്നും ഈ വർഷവും അങ്ങനെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് നഗരസഭ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ആളുകൾ, കലാകാരന്മാരടക്കം ഈ ഘോഷയാത്രയുടെ ഭാഗമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, ഗതാഗത നിയന്ത്രണം, ഈ ഘോഷയാത്ര കാണാനായി വിവിധയിടങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകൾ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ പൂർണ്ണമായും ഈ ഘോഷയാത്രയെ കണ്ട് ആഘോഷമായി മടങ്ങുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ് നടത്തിയ തട്ടിപ്പിൽ GST വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് ഉടൻ. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പ്രത്യേക സംഘത്തിന്റെ നീക്കം. മെസ്സി എത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത സ്പോൺസർ 22.68 കോടി സേവന നികുതി അടയ്ക്കാത്തതിലാണ് GST വകുപ്പിന്റെ അന്വേഷണം. വിദേശത്തേക്ക് കോടികൾ കൈമാറിയതുമായി ബന്ധപ്പെട്ട ഫെമ ചട്ടലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന ED പ്രാഥമിക പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജെബിയാണ് ചേരുന്നത്. ജിബിൻ ജെബി, ക്രമക്കേടിന്റെ വ്യാപക കണ്ടെത്തലുകളൊക്കെ തന്നെ വിവരങ്ങളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത്. GST ക്രമക്കേടുകളടക്കമുള്ള വിവരങ്ങൾ ഇനിയും കൂടുതൽ പുറത്താകാനുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് സൂര്യൻ. ഗൂഗിൾ തന്നെയാണ്. കാരണം ഈ മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കാമെന്നുള്ള ഒരു സ്പോൺസറുടെ വ്യാജ നീക്കം, അത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഓരോ ദിവസവും ഈ തട്ടിപ്പിന്റെ ഭാഗമായുള്ളത് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് സംബന്ധിച്ച് GST വകുപ്പിന്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഇപ്പോൾ പേരലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവർ പ്രധാനമായി പറയുന്നത് ഈ മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞത് സ്പോൺസറാണ്. ഇതിന്റെ ഭാഗമായി സേവന നികുതി GST വകുപ്പിന് അടയ്ക്കേണ്ടിയിരുന്നു. 22.68 കോടി രൂപയാണ് ഇതിന്റെ ഭാഗമായി സേവന നികുതി അടയ്ക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇത് ഈ സ്പോൺസർ അടച്ചിരുന്നില്ല. ഇത് സംബന്ധിച്ച് കാങ്ങാട് GST ഓഫീസിൽ നിന്ന് 5 തവണ ഈ സ്പോൺസർക്ക് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ കാലം ഇത്രയുമായിട്ട്, അതായത് 2025 ഈ സ്പോൺസർക്ക് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകുന്നത് GST അടയ്ക്കണമെന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി. പക്ഷേ ഇതുവരെ ആ സ്പോൺസർ ഈ സേവന നികുതി അടയ്ക്കാൻ തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ GST വകുപ്പിന്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ അവർ പ്രധാനമായും അന്വേഷിക്കുന്ന കാര്യമെന്ന് പറയുന്നത് വിദേശ നാണയ വിനിമയ ചട്ടം ഇവർ ലംഘിച്ചിട്ടുണ്ടോ, എന്ത് സേവനമാണ് ഇവർ നൽകുന്നത്, എത്ര കോടി രൂപയാണ് ഈ ടെൻഡറുമായി ബന്ധപ്പെട്ട ഉള്ള വിവരങ്ങൾ. അത് മാത്രമല്ല ഇതിന്റെ സേവന നികുതി 22.68 കോടി, അത് ഈ നേരത്തെ സ്പോൺസർ ഉൾപ്പെടെ സ്പോൺസറും അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള കരാറുകൾ ഇത് പരിശോധിച്ച ശേഷമാണ് 22.68 കോടിയാണ് എന്നുള്ള കാര്യം GST വകുപ്പ് നേരത്തെ വിലയിരുത്തുകയും ചെയ്തത്. പക്ഷേ ഇതിൽ കൂടുതൽ തുക സ്പോൺസർ അടയ്ക്കേണ്ടിയിരുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് ഇപ്പോൾ പരിശോധിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ മൗനമാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തും ഉണ്ടായ മൗനമാണ് എടുത്ത് പറയുന്നത്. കാരണം ഇതുമായി മുന്നോട്ട് പോകരുതെന്ന് കേരള പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ സ്പോൺസറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പോലീസ് പരിശോധിച്ച ശേഷം അദ്ദേഹത്തിന്റെ ക്രിമിനൽ പശ്ചാത്തലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ സംസ്ഥാന സർക്കാരിനെ ഇന്റലിജൻസ് അറിയിക്കുകയും ചെയ്തു. പക്ഷേ ഇതുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ധനകാര്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മൗനം പാലിക്കുന്ന സാഹചര്യമുണ്ട്. കാരണം ഇതുപോലെ ഒരു സ്പോൺസർ മുന്നോട്ടേക്ക് വരുന്നു, ഒരു ടെൻഡറുമായി വരുന്നു, ആ ടെൻഡറുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് GST അതായത് സേവന നികുതി കൃത്യമായി തന്നെ അടയ്ക്കണമെന്നുള്ള കാര്യം അന്ന് തന്നെ വകുപ്പിനെ ബോധിപ്പിച്ചിരുന്നതാണ്. പ്രത്യേകിച്ച് ഈ GST വകുപ്പ് കാങ്ങാട് ഓഫീസിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ കാലം ഇത്രയും കഴിയട്ടെ, 2025 നടന്ന സംഭവമാണ്. പിന്നീട് 5 തവണ നോട്ടീസ് നൽകിയിട്ടും ഈ സ്പോൺസർ ഈ സേവന നികുതി അടച്ചില്ല. എന്നിട്ട് പോലും ആദായ നികുതി വകുപ്പ് ഈ പല തവണ നോട്ടീസ് അയച്ചിട്ട് പോലും പിന്നീട് തുടർ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തതിൽ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പ് അന്ന് തന്നെ GST വകുപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. GST വകുപ്പ് കൃത്യമായി തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചിട്ട് എന്തുകൊണ്ടാണ് ഈ 22.68 കോടി രൂപ ആ സേവന നികുതി അടയ്ക്കാത്തതെന്നും എത്ര തുകയാണ് ഈ ടെൻഡറുമായി ബന്ധപ്പെട്ട്, അതായത് മെസ്സിയെ കേരളത്തിലേക്ക് എത്തിക്കാമെന്ന് പറയുന്ന ഈ വ്യാജ നീക്കത്തിന്റെ ഭാഗമായി എത്ര കോടി രൂപയാണ് ആ തട്ടിപ്പ് നടത്തിയതെന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് അടുത്ത ആഴ്ച തന്നെ സമർപ്പിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നത്.
സൂര്യ. ശരി, ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സേവനമൊന്നും ലഭിച്ചിട്ടില്ല, മെസ്സി വന്നില്ലല്ലോ എന്നതാണ് സ്പോൺസറുടെ വാദം. പക്ഷെ അതുകൊണ്ട് നിൽക്കുമോ എന്നത് അറിയില്ല. മാത്രമല്ല വിദേശ നാണ്യവിനിമയവുമായി ബന്ധപ്പെട്ട് ഫെമ ചട്ടങ്ങളിലെ ലംഘനം ഉണ്ടായി എന്ന കാര്യത്തിൽ EDയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഒപ്പം പല ഇളവുകളും സ്റ്റേഡിയത്തിന്റെ കാര്യത്തിലടക്കം ഫീസിലൊക്കെ ഇളവ് കൊടുത്തതിൽ അല്ലെങ്കിൽ കെട്ടിവെക്കേണ്ട തുകയിലൊക്കെ ഇളവ് കൊടുത്തതിൽ ആ കാര്യത്തിൽ കൂടി രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, അത്തരത്തിൽ എന്തെങ്കിലും ക്രമക്കേടുകളുണ്ടോ എന്ന അന്വേഷണമൊക്കെ കായിക വകുപ്പും ഈ ധനകാര്യ വകുപ്പും വിശദമായി തന്നെ നടത്തുന്നുണ്ട് എന്നതാണ് ഈ മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട വിവരം. ഏതായാലും GST വകുപ്പിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടാണ് ഉടൻ പുറത്തുവരാനിരിക്കുന്നത്. മറ്റു വാർത്തയിലേക്ക്. കോൺഗ്രസ് ആസ്ഥാനത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിലെ വന്ദേമാതര ആലാപന വിവാദത്തിൽ സോണിയാഗാന്ധിക്കെതിരെ BJP നീക്കം. വന്ദേമാതരം ആലപിച്ചപ്പോൾ സോണിയാഗാന്ധി തടസ്സപ്പെടുത്തിയെന്നാണ് BJPയുടെ ആരോപണം. കോൺഗ്രസ് ദേശീയ ഗീതത്തെ അപമാനിച്ചുവെന്ന് BJP ആരോപിച്ചു. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് കോൺഗ്രസ് ആസ്ഥാനത്തെ ആ ആശയക്കുഴപ്പം. പക്ഷേ പിന്നീട് ജയറാം രമേശ് രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ നേതാക്കൾക്ക് കാത്തിരിക്കുന്നത് ഒരുപക്ഷെ നിയമ നടപടിയാകുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് കസേര കിട്ടാൻ വേണ്ടി കൈ കാണിച്ചതാണ് എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ സോണിയാഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖർഗെയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ശരീരഭാഷയിൽ നിന്ന് ഈ രണ്ടാമത്തെ ഖണ്ഡികയ്ക്ക് അപ്പുറത്തേക്ക് ദേശീയ ഗീതം പോയപ്പോൾ ഉള്ള അതൃപ്തി വ്യക്തമായതാണ്. കാരണം അവരുടെ രാഷ്ട്രീയ നിലപാടിന് എതിരാണ് ബാക്കി പാടുന്നത്. 3 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഇപ്പോൾ ഈ ദേശീയ ഗീതത്തെ അപമാനിച്ചാൽ. ദേശീയ ഗാനം പോലെ തന്നെ സെയിം സ്റ്റേറ്റസിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു പരാതിയൊക്കെ വരാനും നിയമ നടപടിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഗൂഗിൾ, ഗുഡ് മോർണിംഗ്. ഇന്നലെയാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസിന്റെ ഇന്ദിരാ ഭവനിൽ ഇത്തരം ആഘോഷത്തിന്റെ ഭാഗമായാണ് ഈ വന്ദേ മാതരം ആലപിച്ചു തുടങ്ങിയത്. ഒടുവിൽ അത് ഈ 2 സ്ഥാനത്തേക്ക് അപ്പുറത്തേക്കും പാടി പോയ ഘട്ടത്തിലാണ്, ഈ ആലപിച്ച ഘട്ടത്തിലാണ് സോണിയാഗാന്ധി തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ സംഭവം ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച 2 രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഒന്ന്, രാഷ്ട്രീയമായി കോൺഗ്രസിനെതിരെ BJPയും മറ്റ് ഇടതുപക്ഷ പാർട്ടികളും ഇതിനോടകം തന്നെ രംഗത്തെത്തി. അതായത് ഈ മുഴുവൻ ആലപിച്ച രീതി അത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് പുറത്തു വരുന്നത്, അല്ലെങ്കിൽ ഒരു മൃദു ഹിന്ദുത്വ നിലപാട് എന്നൊരു തരത്തിലേക്ക് ഇടതുപക്ഷ പാർട്ടികൾ വിമർശിക്കുമ്പോൾ അവിടെ BJP ഉന്നയിക്കുന്ന വിമർശനം എന്നുള്ളത് ദേശീയ ഗീതത്തെ ഇത്തരത്തിൽ തടസ്സപ്പെടുത്തി, അത് സോണിയാഗാന്ധി അത്തരമൊരു സമീപനം സ്വീകരിച്ചു എന്ന രീതിയിലാണ് BJP ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന വിമർശനം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു കേസ് അടക്കമുള്ള എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ സോണിയാഗാന്ധിക്കെതിരെ ഉണ്ടാകുമോ എന്നൊരു ആശങ്ക പൊതുവെ കോൺഗ്രസിനുണ്ട്. കാരണം BJP ഇതിനോടകം തന്നെ അത് വലിയ രീതിയിൽ ചർച്ചയാക്കി കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഒരു കേസ് സോണിയാഗാന്ധിക്കെതിരെ ഉണ്ടാകുമോ എന്നതാണ് കോൺഗ്രസിനുള്ള ആശങ്ക. മറിച്ച് ഈ മുഴുവൻ ആലപിച്ച അല്ലെങ്കിൽ അത്തരമൊരു രീതി അത് കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് തന്നെ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കർണാടകയിലും സമാനമായ രീതിയിൽ ഈ വന്ദേ മാതരം മുഴുവനായി ആലപിക്കുകയും സർക്കാർ വെട്ടിലാകുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇത് കോൺഗ്രസിനെ വലിയ രീതിയിൽ ഇപ്പോൾ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ശരി അച്യുതൻ, ഏതായാലും 2 സ്റ്റാൻസ പാടിയാൽ മതി എന്ന കോൺഗ്രസിന്റെ നിലപാടിനെ അതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഇന്നലെ ആ പാട്ടും മുഴുവനായി പാടുന്നത്, അത് ദേശീയഗീതം മുഴുവനായി പാടുന്നത്. അപ്പോൾ അതിലുള്ള രാഷ്ട്രീയ മറുപടി പറയേണ്ടി വരുന്നു. രാഷ്ട്രീയമായി പ്രതിരോധത്തിലാവുന്നതിനൊപ്പം തന്നെ സമീപനമുണ്ടെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. തീർച്ചയായും ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട പുതിയ നിയമനിർമ്മാണം ഏറ്റവും ഒടുവിൽ പാർലമെന്റ് പാസാക്കിയ ബില്ലനുസരിച്ച് 3 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ദേശീയ ഗാനം പോലെ തന്നെ ദേശീയ ഗീതത്തെയും അപമാനിച്ചാൽ. അപ്പോൾ അത്തരത്തിലൊരു നിയമ നടപടി കൂടി വരികയാണെങ്കിൽ കൂടുതൽ പ്രതിരോധത്തിലാവും കോൺഗ്രസ് എന്നുള്ളതാണ്. കണ്ണൂർ പെരിങ്ങത്തൂരിൽ നിന്ന് കാണാതായ +2 വിദ്യാർത്ഥി ശിവസൂര്യയെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. കണ്ണൂർ കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചു. അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശിവസൂര്യയെ കാണാതായിട്ട് ഇന്നേക്ക് 9 ദിവസം. വീടിനടുത്തുള്ള CCTV ക്യാമറകളെല്ലാം പോലീസ് പലകുറി പരിശോധിച്ചു. കുട്ടി വീട് വിട്ടത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. ഇതിനടുത്തുള്ള സമയങ്ങളിലെ ദൃശ്യമാണ് പോലീസ് പരിശോധിച്ചത്. പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിയാത്തതിനാൽ ഇതിനുശേഷമുള്ള മണിക്കൂറുകളിലെ ദൃശ്യങ്ങളും പരിശോധിച്ചു തുടങ്ങി. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെ ദൃശ്യങ്ങളും പലതവണ പരിശോധിച്ചിട്ടും തുമ്പൊന്നും കിട്ടിയില്ല. ഇതിനു പിന്നാലെയാണ് അടുത്തുള്ള പ്രധാന ഇതര സംസ്ഥാന നഗരം എന്ന നിലയ്ക്ക് മൈസൂരുവിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഇതുവരെ തലശ്ശേരി SP-യുടെ സ്ക്വാഡും ചൊക്ലി പോലീസും നടത്തിയ അന്വേഷണത്തിൽ പുരോഗതിയില്ലാത്തതിനാൽ SIT രൂപീകരിക്കാൻ തീരുമാനമായി. സ്നിഫർ ഡോഗുകളെ ഉപയോഗിച്ച് കുട്ടിയുടെ വീട്ടിൽ വീണ്ടും പരിശോധന നടത്തിയെങ്കിലും പോയ വഴി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ശിവസൂര്യയുടെ വീട്ടിലും ചൊക്ലി പോലീസ് സ്റ്റേഷനിലും എത്തി അന്വേഷണ പുരോഗതി വിലയിരുത്തി. അന്വേഷണത്തിൽ തൃപ്തിയെന്ന് അധ്യക്ഷൻ KV മനോജ് കുമാർ പറഞ്ഞു.
മൈസൂരും അതുപോലെയുള്ള മേഖലകളിൽ കൂടെ പരിശോധന കാര്യക്ഷമമായി നടത്തുന്നതിന് വേണ്ടി പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും വൈകാതെ തന്നെ കുട്ടിയെ തിരിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷ. എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് അന്വേഷണം വളരെ കാര്യക്ഷമമായി നടത്തി കുട്ടിയെ കണ്ടെത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ഇപ്പോൾ എസ്.പി.ക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 3000 രൂപയും 2 ജോഡി വസ്ത്രവും എടുത്താണ് കാശിയിലേക്ക് പോകുന്നുവെന്ന അടിക്കുറിപ്പ് എഴുതി വെച്ച് കുട്ടി വീട് വിട്ടത്. അമിത മൊബൈൽ ഗെയിം ഉപയോഗം തടഞ്ഞതിന് പിന്നാലെയായിരുന്നു ഇറങ്ങിപ്പോക്ക്. 24 കണ്ണൂർ. ഇനി മാധ്യമ ചരിത്രത്തിൽ തന്നെ 24-ന് അഭിമാനിക്കാവുന്ന ഒരു നേട്ടത്തെക്കുറിച്ചാണ്. ഗ്വാണ്ടനാമോ ബേ മിലിറ്ററി ജയിലിലേക്ക് 24-ന് എക്സ്ക്ലൂസീവ് ആക്സസ്. US മിലിറ്ററി ദൗത്യത്തിനൊപ്പം ഗ്വാണ്ടനാമോയിലെത്തുന്ന ഏക ഇന്ത്യൻ മാധ്യമപ്രവർത്തകനായി ആദ്യ മലയാളിയുമായി മധു കൊട്ടാരക്കര. അപ്പോൾ ആ ഏറെ പ്രത്യേകതയുള്ള കാഴ്ചകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കുന്നു. രഹസ്യങ്ങൾ ഉറഞ്ഞുകൂടിയ ഗ്വാണ്ടനാമോ ബേ ജയിലിന്റെ ഉള്ളറകളിലേക്ക് 24. ക്യൂബയിലെ US നാവിക താവളത്തിലേക്ക് അമേരിക്കൻ സൈനിക സംഘത്തിനൊപ്പം മധു കൊട്ടാരക്കര. I am so excited because I heard that I am the only person from India in this military chartered flight. അപൂർവ സന്ദർശനത്തിന് അവസരം ലഭിച്ച ഒരേ ഒരു ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ. കഥകളും കെട്ടുകഥകളും കെട്ടുപണഞ്ഞ ഗ്വാണ്ടനാമോയുടെ യാഥാർത്ഥ്യങ്ങൾ നിങ്ങളിലേക്ക്. എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളും റിപ്പോർട്ടുകളും ഉടൻ 24-ൽ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം LDF നേതൃയോഗം നാളെ ചേരും. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം സംബന്ധിച്ച് CPIM-നും CPI-ക്കും ഇടയിലുള്ള തർക്കത്തെ തുടർന്നാണ് ഇടതുമുന്നണി യോഗം നീണ്ടുപോയത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം അവലോകനവും സർക്കാരിനെതിരായ സമര പരിപാടികളുമാണ് യോഗത്തിന്റെ അജണ്ട. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB ചേരുന്നത്. ജിബിൻ, ഏതായാലും തർക്കങ്ങൾക്കൊടുവിൽ വീണ്ടും യോഗം ചേരുകയാണ്. പ്രധാന അജണ്ട തെരഞ്ഞെടുപ്പ് തോൽവിയും അതുപോലെ തന്നെ സർക്കാരിനെതിരായ സമര പരിപാടികളാണെങ്കിൽ പോലും ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ച തന്നെയായിരിക്കില്ലേ പ്രധാനം? CPI ആവശ്യം വീണ്ടും യോഗത്തിൽ ഉന്നയിച്ചേക്കുമല്ലോ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗൂഗിൾ, ഈ തിരഞ്ഞെടുപ്പിന് ശേഷം തിരഞ്ഞെടുപ്പിൽ LDF-ന് വലിയ രീതിയിലുള്ള ഒരു പരാജയം ഏറ്റുവാങ്ങിയെങ്കിൽ പോലും പിന്നീട് ഈ LDF-ന്റെ നേതൃയോഗം ചേരുന്നത് പിന്നീട് നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ഈ പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ യോഗം നീണ്ടുപോകുന്നതിനുള്ള പ്രധാന കാരണമായി പറയുകയും ചെയ്തു. അതിന് കാരണമെന്ന് പറയുന്നത് CPI-യും CPM-ഉം തമ്മിൽ, അതായത് LDF-ന്റെ മുഖ്യമായിട്ടുള്ള രണ്ട് കക്ഷികൾ തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു തർക്കമാണ് ഉണ്ടായത്. പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് CPI ആണ് ആദ്യം രംഗത്തെത്തുകയും ചെയ്തത്. അവർ പറയുന്നത് ഇത് മുൻപുണ്ടായിരുന്ന ഒരു രീതിയല്ലെങ്കിൽ പോലും തങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. കാരണം ഈ മുന്നണിയിലെ രണ്ടാം കക്ഷി തങ്ങളാണ്. അതുകൊണ്ട് ഉപനേതൃസ്ഥാനം തങ്ങൾക്ക് വേണമെന്നുള്ള ഒരു ആവശ്യം CPI ആണ് ആദ്യം പരസ്യമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തത്. പക്ഷേ ഇതിൽ CPM അന്ന് പറഞ്ഞത് CPI ഇത് ആവശ്യപ്പെടേണ്ടിയിരുന്നത് പൊതുവായിട്ടായിട്ടല്ല, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിലല്ല, പാർട്ടിയുടെ അല്ലെങ്കിൽ LDF-ന്റെ യോഗത്തിൽ ഇത് ആവശ്യപ്പെടണമായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് അന്ന് CPM നേതാക്കളൊക്കെ പറയുകയും ചെയ്തത്. മാത്രമല്ല, ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയുന്നത് അതങ്ങനെ വിട്ടു നൽകാൻ പറ്റുന്ന കാര്യമല്ല. കാരണം മുൻപ് പാർട്ടി പല തവണ പ്രതിസന്ധിയിലായ ഘട്ടങ്ങളിൽ തോൽവികൾ ഏറ്റുവാങ്ങിയ ഘട്ടത്തിൽ പോലും അങ്ങനെ പ്രതിപക്ഷ സ്ഥാനം വിട്ടു നൽകിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി അവർ ഓർമ്മിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഇത് പല നേതാക്കൾ തമ്മിൽ പരസ്യമായി തന്നെ വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതുകൊണ്ടാണ് ഈ LDF-ന്റെ നേതൃയോഗം പിന്നെ നടക്കാതെ നീണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നാളെ LDF-ന്റെ നേതൃയോഗം ചേരുകയാണ്. ഇതിൽ പ്രധാന അജണ്ട എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സമര പോരാട്ടങ്ങളും തിരഞ്ഞെടുപ്പിലെ പരാജയത്വവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളുമാണ് നാളെ പ്രധാന അജണ്ടയുമായി രംഗത്തെത്തുകയും ചെയ്യുന്നത്. പക്ഷേ ഇതിൽ CPI വീണ്ടും തങ്ങളുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം എന്നുള്ള ഒരു ആവശ്യം, അതിൽ നിന്ന് അവർ ഇപ്പോഴും പിന്നോട്ട് പോയിട്ടില്ല. ആ ആവശ്യം നാളെ ചേരുന്ന നേതൃയോഗത്തിലും അവർ ഉന്നയിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരികയും ചെയ്തത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് NCP-യിലെ പിളർപ്പാണ്. NCP-യിലെ ഈ രണ്ട് കക്ഷികളെ കൂടി ഇപ്പോൾ LDF-ന്റെ നേതൃയോഗത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ നാളെ ആരൊക്കെ എത്തുമെന്നുള്ളൊരു കാര്യം കൂടി രാഷ്ട്രീയങ്ങൾ ഉറ്റുനോക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നാളെയും LDF-ന്റെ നേതൃയോഗത്തിൽ CPI ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ CPM അതിൽ എന്ത് നിലപാട് എടുക്കുമെന്നുള്ളൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം CPM-ന്റെ നേതാക്കൾ, പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ തങ്ങൾ ഈ നിലപാടിൽ നിന്ന് ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ളൊരു കാര്യം. കാരണം മുൻപ് VS ഒക്കെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനം CPI-ക്ക് വിട്ടു നൽകിയിരുന്നില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം പാർട്ടിയിൽ ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ആവശ്യം വീണ്ടും LDF നേതൃയോഗത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൽ CPM എന്ത് തീരുമാനമെടുക്കും എന്നുള്ളൊരു കാര്യം കൂടി നാളെ അറിയുകയും ചെയ്യാം. ഗോകുലൻ, സൂര്യ. ശരി, ജിബിൻ JB വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ഇന്ന് മുൻ മുഖ്യമന്ത്രി C. അച്യുതമേനോന്റെ 35-ാം ഓർമ്മദിനം. കേരളത്തിന്റെ വികസന ശില്പി എന്ന നിലയിലാണ് അച്യുതമേനോനെ രാഷ്ട്രീയ കേരളം ഓർക്കുന്നത്.
കുടിലുകളിൽ കൂരകളിൽ കൺമണി പോൽ സൂക്ഷിച്ചൊരു ജനമുന്നണി നേതാവാണ് അച്യുതമേനോൻ. പൊൻകുന്നം ദാമോദരന്റെ ഈ വരികൾ രാഷ്ട്രീയ കേരളം മറക്കാത്തൊരു മുദ്രാവാക്യമാണ്. കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകുവയ്ക്കുന്നത് അച്യുതമേനോന്റെ കാലത്താണ്. 45 പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് മുഖ്യമന്ത്രിയായിരുന്ന 7 വർഷം കൊണ്ട് അച്യുതമേനോൻ സ്ഥാപിച്ചത്. കേരളം ഭരിച്ച മറ്റൊരു ഭരണാധികാരിക്കും അവകാശപ്പെടാനാകാത്ത ട്രാക്ക് റെക്കോർഡ്. ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, കെൽട്രോൺ, ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, KSFE, സപ്ലൈകോ, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, RCC, അങ്ങനെ നീളുന്നു ആ സ്ഥാപനങ്ങളുടെ നിര. രാജ്യത്ത് ആദ്യമായി ശാസ്ത്രനയം പ്രഖ്യാപിച്ചതും അച്യുതമേനോൻ തന്നെ. പൊതുജനാരോഗ്യം, വിദ്യാഭ്യാസം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിലെല്ലാം അച്യുതമേനോന്റെ ശ്രദ്ധ പതിഞ്ഞു. ഒന്നാം EMS സർക്കാർ പാസാക്കിയ ഭൂപരിഷ്കരണ ബില്ല് പ്രാവർത്തികമാക്കിയതും അച്യുതമേനോന്റെ ഭരണകാലത്തായിരുന്നു. മിനിമം കൂലിയും തൊഴിൽ സ്ഥിരതയും ഉറപ്പുവരുത്തിയ 1974 കർഷക തൊഴിലാളി നിയമം തൊഴിലാളി ജീവിതം മാറ്റിമറിച്ചു. അടിയന്തരാവസ്ഥയും രാജൻ കേസും അച്യുതമേനോനെ ജീവിതാവസാനം വരെ പെരുമഴയത്ത് നിർത്തി. റിസർച്ച് ഡെസ്ക് 24. അധ്യാപികമാർ പ്രതികളായ കോഴിക്കോട് വടകര MTMA കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം. വടകര CI AV ദിനേശിനെയാണ് സ്ഥലം മാറ്റിയത്. അന്വേഷണം നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുന്ന സമയത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നത്. അതേസമയം 3 അധ്യാപികമാർ ഉൾപ്പെട്ട ലഹരി കേസ് അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയാണ് അന്വേഷണ സംഘം. ദിലിഷ തിലകനുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. ദിലിഷ, ഗുഡ് മോർണിംഗ്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേസാണ്. മന്ത്രിമാരും ഒപ്പം മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് അങ്ങനെ രാഷ്ട്രീയ കേരളം ആകെയും പ്രതികരിച്ച ഒരു വിഷയം കൂടിയാണ്. എന്താണ് ഈ കേസിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്? പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ, അന്വേഷണത്തിന്റെ നിർണായക ഘട്ടത്തിൽ ഇങ്ങനെ ഉദ്യോഗസ്ഥന്റെ മാറ്റം അത് അന്വേഷണത്തെയും തുടരന്വേഷണത്തെയും ഒക്കെ ബാധിക്കില്ലേ? ഗോകുൽ, സൂര്യ, ഗുഡ് മോർണിംഗ്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം ചർച്ച ചെയ്തൊരു വിഷയമാണ്. നമ്മളെല്ലാം വലിയ ഞെട്ടലോടെ കേട്ടൊരു കേസാണ് ഈ വടകര അധ്യാപികമാർ, 3 അധ്യാപികമാർ ഉൾപ്പെട്ട ഈ MDMA കേസ്. അതിൽ അന്വേഷണം വളരെയധികം നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുന്ന സമയത്താണ് അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം ഉണ്ടാകുന്നത്. അത് വടകര CI ആയിട്ടുള്ള AV ദിനേശിനെയാണ് സ്ഥലം മാറ്റിയത്. കണ്ണൂർ സർക്കിളിലേക്കാണ് സ്ഥലം മാറ്റിയിട്ടുള്ളത്. ഇദ്ദേഹം ഇലക്ഷൻ്റെ സമയത്താണ്, തെരഞ്ഞെടുപ്പ് സമയത്താണ് വടകരയിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സ്ഥലം മാറ്റമുള്ളത്. അതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ ഒരു വടകര MDMA കേസ് അന്വേഷണം ഏറ്റവും അധികം നിർണായകമായ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല ഈ പ്രതികളായവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ ലഹരി സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു സംശയമുണ്ട്. അതിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് ഈ ഒരു സ്ഥലം മാറ്റം ഉണ്ടാകുന്നത്. അത് ഈ ഒരു അന്വേഷണത്തെ ബാധിക്കുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും തന്നെ ഉണ്ടാകില്ല. അന്വേഷണം ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോകുമെന്നാണ് നിലവിൽ അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ അധ്യാപികയായ കീർത്തനയുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിർണായകമായ നിരവധി വിവരങ്ങൾ പോലീസിന് ഏറ്റവും അടുത്ത് തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ലഹരി ഇടപാടിൻ്റെ കൂടുതൽ കണ്ണികൾ തേടിക്കൊണ്ട് കണ്ണികൾ അറുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഈ ലഹരിക്കടത്തിനും സാമ്പത്തിക ഇടപാടുകൾക്കുമെല്ലാം അധ്യാപികമാർ വിദ്യാർത്ഥികളെ മറയാക്കിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ലഹരി കേസിൽ പിടിയിലായിട്ടുള്ള അധ്യാപിക കീർത്തനയുടെ ബാങ്ക് അക്കൗണ്ട് വഴി ഏകദേശം 5 മാസത്തിനുള്ളിൽ 15 ലക്ഷം രൂപയുടെ ഇടപാടുകൾ നടന്നതായിട്ടാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത്. മംഗലാപുരം അടക്കമുള്ള ലഹരി സംഘങ്ങളുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ട്. അതുമാത്രമല്ല ഇരിട്ടി, വയനാട് എന്നിവിടങ്ങളിൽ ലഹരി സംഘങ്ങളുമായിട്ട് ബന്ധമുള്ളതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റം ഉണ്ടാകുന്നത്. 2 മാസത്തിനകം ഈ കേസിൽ കുറ്റപത്രമടക്കം സമർപ്പിക്കാനിരിക്കുകയാണ് അന്വേഷണ സംഘം. ഗോകുൽ, സൂര്യ. അരുണാചൽ പ്രദേശിലെ മിന്നൽ പ്രളയത്തിൽ കാണാതെയായവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു. മിന്നൽ പ്രളയത്തിൽ 4 പേരാണ് മരിച്ചത്. 5 സൈനികരെ കാണാതായിരുന്നു. അച്യുതൻ നൽകും വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, 2 ദിവസം പിന്നിടുന്നു തെരച്ചിൽ, കാര്യമായി മുന്നോട്ട് പോകുന്നില്ല എന്നതായിരുന്നു ഇന്നലെ ലഭിച്ച വിവരം. ഈ ചെളിയും മണ്ണും വെള്ളവുമൊക്കെ നീക്കി ഈ തുരങ്കത്തിനുള്ളിലേക്ക് കടക്കുക സാധ്യമായിട്ടുണ്ടോ? ഗോകുൽ, സൂര്യ, ഇന്നലെയാണ് ഈ അരുണാചൽ പ്രദേശിൽ ഇത്തരമൊരു മിന്നൽ പ്രളയം, അത് ദിബാങ് താഴ്വരയിൽ ഉണ്ടായത്. തുടർന്നാണ് ഈ പാസുപാനിയിലെ സൈനിക ക്യാമ്പിലെ 2 ഷെൽട്ടറുകൾ ഒലിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടായത്. അതിശക്തമായ ജലപ്രവാഹമായിരുന്നു ഈ ക്യാമ്പിന് നേരെ ഉണ്ടായത്. എന്തായാലും ഇതിൽ 5
സൈനികരെ കാണാതെയായിരുന്നു. അവർക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. എന്നാൽ ഇതിൽ മണ്ണിടിച്ചിലിൽ 4 പേർ ഇന്നലെ മരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ തെരച്ചിലും ഒപ്പം തന്നെ രക്ഷാപ്രവർത്തനവും ഇവിടെ പുരോഗമിക്കുന്നു. ITBP, പോലീസ്, NDRF, SDRF സംഘങ്ങളുടെ സംയുക്ത നേതൃത്വത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഈ മേഖലയിൽ പുരോഗമിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസത്തിൽ തന്നെ ശക്തമായ മഴ അരുണാചൽ പ്രദേശിന്റെ പല ഭാഗങ്ങളിലായി അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇന്നലെയാണ് ഈ അപ്രതീക്ഷിതമായ പ്രളയമുണ്ടായതും. സ്വർണ്ണ വ്യാപാര രംഗത്ത് 27 വർഷത്തെ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം കൊല്ലം അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ചു. കൈരളി ജ്വല്ലേഴ്സിന്റെ 7ാമത് മെഗാ ഷോറൂമാണ് അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനി ഫാത്തിമ BS ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പതിവ് ഉദ്ഘാടന പരിപാടികളിൽ നിന്ന് വേറിട്ടതായിരുന്നു അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ച കൈരളി ജ്വല്ലേഴ്സിന്റേത്. 14നും 25നും വയസ്സിനിടയിൽ പ്രായമുള്ള വിദ്യാർത്ഥിനികളിൽ നിന്നാണ് ഉദ്ഘാടകയെ തിരഞ്ഞെടുത്തത്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ഫാത്തിമ BS ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകളാണ് കൈരളി ജ്വല്ലറി ഉപഭോക്താക്കൾക്കായി അഞ്ചലിൽ ഒരുക്കിയിരിക്കുന്നത്. ഒക്ടോബർ 15 വരെ ജ്വല്ലറിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് ഓണം ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാറും പ്രോത്സാഹന സമ്മാനമായി സ്കൂട്ടറുകളും മൊബൈൽ ഫോണുകളും നൽകും. 50,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുടെ ഞെറുക്കിട്ട് ഒരു താർ ജീപ്പാണ് ബമ്പർ സമ്മാനമായിട്ട് ഓണ സമ്മാനമായിട്ട് ഞങ്ങൾ വെച്ചിട്ടുള്ളത്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% പണിക്കൂലി ഡിസ്കൗണ്ട്, സിൽവർ ആഭരണങ്ങൾക്ക് 50% ഡിസ്കൗണ്ട്, അതുപോലെ ആകർഷകമായ രീതിയിലുള്ള അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനങ്ങൾ, ഏറ്റവും നല്ല ഗോൾഡ് സേവിംഗ് സ്കീം കൈരളി ജ്വല്ലേഴ്സിൻ്റെ പ്രത്യേകതയാണ്. അതിലുപരി ഏറ്റവും വിശ്വസ്തമായ സത്യസന്ധമായ രീതിയിലുള്ള സർവീസും ആഭരണങ്ങളുമായിരിക്കും ഞങ്ങൾ നൽകുന്നത്. കൈരളി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ M. നാദിർഷാ, മാനേജിംഗ് പാർട്ണർ MN ബാജി, സിഇഒമാരായ മുഹമ്മദ് നാദിർ, യാഹിയ ബാജി, യാസിർ ബാജി, യൂനിസ് ബാജി എന്നിവരും പുനലൂർ MLA ശ്രീ അജയപ്രസാദ്, ചടയമംഗലം MLA MM നസീർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. 24 കൊല്ലം. പരീക്ഷാ ക്രമക്കേടുകളിൽ ജാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രതിഷേധം കനക്കുന്നു. ഈ മാസം 20-ന് മുഖ്യമന്ത്രിയുടെ വസതി വളഞ്ഞ പ്രതിഷേധ മാർച്ച് നടത്താനാണ് തീരുമാനം. JMMന് നൽകുന്ന പിന്തുണ കോൺഗ്രസ് പിൻവലിക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ഇന്ന് ജില്ലകളിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെയും രാഹുൽ ഗാന്ധിയുടെയും കോലം കത്തിച്ച് പ്രതിഷേധിക്കും. അച്യുതൻ നൽകും വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ആഴ്ചകളായി അവിടെ പ്രതിഷേധം തുടങ്ങിയിട്ട് നിയമസഭയിലേക്ക് നടത്തിയ മാർച്ചും ആ മാർച്ചിനെ പോലീസ് നേരിട്ട രീതിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ വലിയ വിമർശനം ഉയർന്നിരുന്നു. CJP പിന്തുണ പ്രഖ്യാപിച്ചു. ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളും കൂടുതൽ കടുത്ത പ്രതിഷേധ മാർഗങ്ങളിലേക്ക് പോകുമെന്നതാണോ അവർ പറയുന്നത്? ഗോകുൽ സുരൈ, ജാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രതിഷേധം അത് കൂടുതൽ കനക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെയായിരുന്നു വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഒരു തിരങ്ക മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ചിലായിരുന്നു ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതായത് ഈ മാസം 20-ന് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ വസതി വളഞ്ഞുകൊണ്ട് പ്രതിഷേധ മാർച്ച് നടത്തും. ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ തന്നെ തുടരും എന്നൊരു നിലപാട് കടുപ്പിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് ജില്ലകളിൽ ഹേമന്ത് സോറന്റെയും രാഹുൽ ഗാന്ധിയുടെയും കോലം കത്തിച്ച് പ്രതിഷേധിക്കും എന്ന കാര്യം കൂടി വിദ്യാർത്ഥികൾ അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസിനോടും ചില ആവശ്യങ്ങൾ ഇപ്പോൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് വച്ചിരിക്കുന്നു. അതായത് JMMന് നൽകുന്ന പിന്തുണ അത് പിൻവലിക്കണം. കാരണം വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാത്ത സർക്കാരാണ്. അതുകൊണ്ട് തന്നെ JMMന് നൽകുന്ന പിന്തുണ അത് പിൻവലിക്കണമെന്നൊരു ആവശ്യം ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലേക്ക് വിദ്യാർത്ഥികൾ വച്ചിരിക്കുന്നു. എന്തായാലും ഈ ആവശ്യങ്ങൾ, അതായത് ഈ JPSC പരീക്ഷ അത് റദ്ദാക്കണം, ഒപ്പം തന്നെ CGL പരീക്ഷ റദ്ദാക്കുകയും അതിൽ CBI അന്വേഷണം വേണം എന്നതാണ് വിദ്യാർത്ഥികൾ മുൻനിർത്തുന്ന ആവശ്യം. പക്ഷേ ആ CBI അന്വേഷണത്തോട് സർക്കാരിന് ഇതുവരെ ഒരു അനുകൂല തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ വിദ്യാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഗോൾ ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ മികച്ച 1ാം ഇന്നിംഗ്സ് സ്കോർ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും. 2 വിക്കറ്റിന് 288 റൺസ് എന്ന നിലയിലാണ് 2ാം ദിനം ബാറ്റിംഗ് പുനരാരംഭിക്കുക. 131 റൺസുമായി ദേവദത്ത് പടിക്കലും 27 റൺസോടെ ഋഷഭ് പന്തുമാണ് പുറത്താകാതെ നിൽക്കുന്നത്. 67 റൺസെടുത്ത KL രാഹുൽ വിരലിന് പരിക്കേറ്റതോടെ റിട്ടയർഡ് ഹട്ട് വിളിച്ചിരുന്നു. 32 റൺസെടുത്ത യശസ്വി ജയ്സ്വാൾ, 16 റൺസെടുത്ത ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത്.
അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ന്യൂസ് ബ്രേക്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.